അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ഇന്ന് റമളാൻ അടുക്കാനായില്ലേ, അതുകൊണ്ട് തന്നെ ഇന്നൊരു റമളാൻ പ്രിപ്പറേഷൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. ഫസ്റ്റായിട്ട് ചെയ്യാനുള്ളത് നമ്മൾ മനസ്സ് തന്നെ ശുദ്ധീകരിക്കണം. എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് റമളാനിലേക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് ആത്മാർത്ഥമായി പഠിച്ച റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ട് വേണം എന്തൊരു കാര്യം ചെയ്യാൻ തുടങ്ങേണ്ടത്. അപ്പോൾ ഒന്നാമതായിട്ട് പറയുന്ന അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് 5 വക്ത് നമസ്കാരം കൃത്യമായിട്ട് നമസ്കരിക്കുക എന്നുള്ളത്. റമളാനിൽ മാത്രമല്ല, അല്ലാത്ത ദിവസങ്ങളിലും 5 വക്ത് നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടതാണ്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും 5 വക്ത് നമസ്കാരം കൃത്യം തുടർന്ന് പോകുക. റമളാനിൽ മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ തഹജ്ജുദ് നമസ്കാരം നിർവഹിച്ച് തുടങ്ങുക. ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ റമളാനിൽ 30 ദിവസം തുടർച്ചയായി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ തഹജ്ജുദ് നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ നിത്യമായി തീരും. ചില ആൾക്കാർക്ക് നമസ്കരിക്കണം എന്നൊക്കെ മനസ്സിലുണ്ടാവാം, പക്ഷേ ചില മടി കാരണം അല്ലെങ്കിൽ സാഹചര്യം മൂലം പണി മൂലമൊക്കെ നിസ്കാരം ഖളാ ആയി പോവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ശ്രദ്ധിക്കുക. റമളാനിനെ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യുക. നമ്മൾ എന്നും നിസ്കാരം നിലനിർത്തി തരണേ പഠിച്ച റബ്ബേ എന്ന് എപ്പോഴും നിലനിർത്താൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മുസല്ല, നിസ്കാര കുപ്പായം മുസല്ലനെ പറ്റിയിട്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുക. കുറേ കാലം ഉപയോഗിച്ച സാധനം മാറ്റി നല്ല പുതുതായിട്ടുള്ള അത്തർ പൂശിയ നല്ല നിസ്കാര കുപ്പായവും നല്ല മുസല്ല, കൗണ്ടർ, ദസ്ബിയ ഇതൊക്കെ പുതുതായിട്ടുള്ളത് ഉപയോഗിക്കാൻ നോക്കുന്നത്. വീട് മൊത്തമായിട്ട് ക്ലീൻ ചെയ്യുക, നനച്ചുകുളി എന്നൊക്കെ പറയും ചില നാടുകളിൽ. അപ്പോൾ അങ്ങനെ ചെയ്യുക. അത് നമ്മൾ ബറാത്തിനോടനുബന്ധിച്ച് അങ്ങനെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ റമളാനിനെ വരവേൽക്കാൻ വേണ്ടിയാണ് ഈ ചെയ്യുന്നത് എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ചെയ്യുക. അങ്ങനെ മനസ്സിൽ കരുതിയ ആ ഒരു കൂലിയും കിട്ടും, നമ്മൾ വൃത്തിയാക്കുന്നതിൻ്റെ കൂലിയും കൂടി കിട്ടും. അപ്പം വീട് മൊത്തമായിട്ട് മുക്കും മൂലയൊക്കെ അടിച്ചു വാരി മൊത്തം തുടച്ച് വൃത്തിയാക്കുക. പിന്നെ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഈ വൃത്തിയാക്കലിൽ ഇതൊക്കെ പെടും കേട്ടോ. കാരണം അൾമാരൊക്കെ നല്ല നീറ്റാക്കി, ഡ്രസ്സൊക്കെ നീറ്റാക്കി എടുത്തു വെക്കുക. ഇതൊക്കെ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ റമളാനിനെ മുൻനിർത്തിക്കൊണ്ട് ചെയ്യുമ്പോൾ ആ ഒരു നിയ്യത്ത് വെച്ചാൽ അതിൻ്റെ കൂലിയും കൂടി കിട്ടുന്നതാണ്. അപ്പോൾ അത് വൃത്തിയാക്കി നല്ല നീറ്റാക്കി മടക്കി വെക്കുക. അടുത്ത കാര്യം വിചാരിച്ചാൽ, നമ്മൾ ഈ ഷെൽഫ് വൃത്തിയാക്കുമ്പോൾ നമുക്ക് വേണ്ടാത്ത ഡ്രസ്സ്, ഉപയോഗശൂന്യമായ ഡ്രസ്സ് ഉണ്ടാകും ഒരുപാട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക. അത് കൊടുക്കേണ്ടവർക്ക്, പാവപ്പെട്ടവർക്ക് കൊടുക്കുക. ആ ഒരു നിയ്യത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കൂലി കിട്ടുന്ന ഒരു കാര്യമാണ്. അടുത്തതായിട്ട് പറയുന്നത്, നമ്മളെ വീടുകളിലൊക്കെ എവിടെയെങ്കിലായിട്ട് നല്ല അലങ്കരിച്ച് വെക്കുക റമളാനിനെ മുൻനിർത്തിക്കൊണ്ട്. നമ്മൾ നാടുകളിൽ പെയിൻ്റൊക്കെ അടിക്കും അല്ലേ, റമളാൻ വരുന്നതിന് മുമ്പായിട്ട്. അതുപോലെ ഉള്ളിൽ നമ്മൾ ഇപ്പം തിരിച്ച് എല്ലാവരും നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതുമായിട്ട് അനുബന്ധിച്ചിട്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, വലിയ പൈസ മുതലാക്കി ചെയ്യണമെന്നല്ല, ചെറിയ ചെറിയ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു വെക്കുക. നമ്മൾ ഈ സൗദിയിലൊക്കെ എന്ന് വെച്ചാൽ എവിടെ ഇപ്പം തന്നെ റമളാൻ ആയിട്ടില്ല. അപ്പോൾ ആ ഒരു സമയം തന്നെ ഇപ്പോൾ ഷോപ്പുകളിലൊക്കെ അലങ്കരിച്ച് തുടങ്ങി. ആ ഡെക്കറേറ്റ് ചെയ്യുന്നത് നമ്മൾ ദിവസവും കാണുന്നൊരു സ്ഥലമാണെങ്കിൽ, ഒന്നൊക്കെ നോമ്പ് തുറക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നമസ്കാരത്തിൻ്റെ സ്ഥലത്ത്, അങ്ങനെ എവിടെയെങ്കിലും അയക്കാൻ നമ്മളെപ്പോഴും കാണുന്നൊരു സ്ഥലമാകുമ്പോൾ നമുക്കെപ്പോൾ മനസ്സിലൊരു ഓർമ്മ ഉണ്ടാവും ഇത് റമളാൻ മാസമാണ് എന്നുള്ളത്. അത് നല്ലൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ സുബഹിക്ക് മുമ്പായിട്ട് കുളിക്കാൻ നോക്കുക. കുളിക്കാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല, കാരണം ചിലവർക്ക് ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങൾ വരിക. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക, കഴിയുന്നവർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ചൊല്ലുന്ന അദ്കാറുകളും ദിക്റുകളും ഒക്കെ ചൊല്ലുക. അതുപോലെ അസ്മാഉൽ ഹുസ്ന ജീവിതത്തിൽ നിത്യമാക്കി കൊണ്ടുവരിക. അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്, ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞതാണ് അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നത്. അപ്പോൾ സുബഹി നമസ്കാര ശേഷം നമുക്ക് ആ ഒരു സമയത്ത് പണികളൊന്നും ഇല്ലാത്തൊരു സമയമാണ്, എല്ലാവരും വേഗം ഉറങ്ങാമെന്ന് വിചാരിക്കുന്ന ഒരു സമയം. അപ്പം അസ്മാഉൽ ഹുസ്ന ഒരു തവണയോ അല്ലെങ്കിൽ 2, നിങ്ങൾക്ക് എത്ര വട്ടാണോ കഴിയുക ആ ഒരു തവണ നിങ്ങൾ ചൊല്ലാൻ ശ്രമിക്കുക. നമ്മൾ റമളാൻ മാസത്തെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചും ഈ റമളാൻ എന്താണ്, 25 രാവ് എന്താണ്, ലൈലത്തുൽ ഖദ്ർ എന്താണ്, ഇതിനൊക്കെ വിശദീകരിച്ച് മനസ്സിലാക്കി വെക്കുക. റമളാനിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്തൊക്കെയാണ് ഈ റമളാനിൽ ചെയ്യേണ്ടത് എന്ന് മുൻകൂട്ടി കണക്കാക്കി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ച് വെക്കണം. എന്തൊക്കെയാണ് ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ, നിരോധിച്ച കാര്യങ്ങൾ നമ്മൾ മുന്നേ തീരുമാനിക്കണം. അടുത്തത്, നമ്മൾ മോശമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ഈ റമളാനിനെ മുൻനിർത്തിക്കൊണ്ട് നിർത്തിവെക്കുക, ഒഴിവാക്കുക. ഈ ഒരു മാസം നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അതിന് തനിയെ ഒഴിവായി പോയിക്കോളും. അപ്പം എന്താണ് അല്ലാഹു തആലക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യുന്ന അത് നിർത്തിവെക്കുന്നത്. നമുക്ക് എന്തെങ്കിലും കടങ്ങളുണ്ടെങ്കിൽ ഒന്നിക്ക് ഗോൾഡിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ പൈസൻ്റെ ആവാം,
ഉണ്ടാവാം. അങ്ങനെയുള്ള കടങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്ത് വിടാൻ പറ്റുമെങ്കിൽ കൊടുത്ത് വിടുക. 11-ാമതായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ നമ്മളെ ഫ്രണ്ട്സിനെ നമ്മളെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ വിളിച്ച് ചില ആൾ ദേഷ്യമൊക്കെ വെച്ച് നിൽക്കുന്നുണ്ടാവാം. അപ്പോൾ അവരെയൊക്കെ വിളിച്ച് ഒന്ന് നല്ല ഹൈറായ രീതിയിൽ പൊരുത്തപ്പെട്ട് നല്ല ഹൈറായ രീതിയിൽ സംസാരിച്ച് വെക്കുക. അത് പറയുന്നത് എന്താ വെച്ചാൽ അടുത്തതായിട്ട് പറയുന്നത് ദിക്റുകൾ അധികരിപ്പിക്കുക. നമ്മൾ നല്ല കൗണ്ടർ വാങ്ങിയിട്ട് ദിക്റുകൾ കൂടുതലായിട്ട് ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലി സമയം വേസ്റ്റ് ആക്കരുത്, സമയം കണ്ടെത്തുക. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ 5 വക്ത് നമസ്കാര ശേഷവും ഖുർആൻ പാരായണം ചെയ്യുക. ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞ മാസവും കൂടിയാണ്. മാസങ്ങളിൽ പുണ്യമാക്കപ്പെട്ട മാസമാണ് റമളാൻ. അതുകൊണ്ട് എല്ലാ സമയങ്ങളിലും റമളാൻ മാസം ഏത് സമയം നിങ്ങൾക്ക് ഏതൊക്കെ സമയം ഒഴിവുണ്ടോ ആ സമയങ്ങളിലൊക്കെ ഖുർആൻ പാരായണം ചെയ്യാൻ നോക്കുക. അതുപോലെ അടുത്തതായിട്ട് പറയുന്നത് വെച്ചാൽ നമ്മൾ ഖുർആൻ ഓതുന്നത് ഖുർആൻ കറക്റ്റായിട്ട് ശരിയായി ഓതാൻ ശ്രമിക്കുക. വല്ല തെറ്റുകളും ഉണ്ടെങ്കിൽ ഈ റമളാനിന് മുമ്പായിട്ട് തന്നെ അതൊക്കെ തിരുത്തി ഹൈറായ രീതിയിൽ ഓതി പഠിക്കാൻ നോക്കുക. ഇൻഷാ അല്ലാഹ് ഖുർആൻ ഓതുന്നതിന് ശേഷം നമ്മൾ ഒരക്ഷരം തെറ്റിക്കഴിഞ്ഞാൽ തന്നെ അർത്ഥം മാറുന്നതാണ്. അപ്പോൾ അതിൽ വലിയ തെറ്റായി പോകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ അറിയാത്ത അറിയുന്ന സൂറത്തിലായിരിക്കും ഒരുപാട് തെറ്റ് വരുത്തുക. കാരണം നമുക്കറിയാം എന്ന രീതിയിൽ അത് മനഃപ്പാഠമാക്കിയിട്ട് ഓതുന്നവരായിരിക്കും പലരും. പക്ഷേ അതിൽ പല തെറ്റുകളും വരും. അതുകൊണ്ട് തന്നെ റമളാനിന് മുമ്പായിട്ട് മുസാഫ് അടുത്ത് വെച്ച് ഓതി ഒന്ന് ശരിയാക്കിയെടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്താണെന്ന് വെച്ചാൽ അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മൾ ഖത്ത ഓതുന്നവരായിരിക്കും. അപ്പോൾ ഖത്ത ഓതുന്നവരാണെങ്കിൽ റമളാനിന് മുമ്പായിട്ട് അത് ഓതി തീർക്കാൻ നോക്കുക. റമളാനിൽ പുതുതായിട്ട് തുടങ്ങാനും ശ്രമിക്കുക. അപ്പോൾ ഈ റമളാനിൽ നമ്മൾ ഇത്ര ഖത്ത ഓതി തീർക്കും എന്ന നിയ്യത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഖത്ത നമ്മൾ മനസ്സിൽ വിചാരിച്ച ഖത്ത എത്രയാണോ അത് തീർക്കാൻ പറ്റും. അടുത്ത വിഷയം ബാങ്കിനെ ബഹുമാനിക്കുക. ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മളെല്ലാവരും സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സംസാരിച്ച് പോകും. അതുപോലെ തന്നെ ഫോണിൽ സൗണ്ടിൽ വെച്ച സാധനം സൗണ്ട് കുറച്ച് വെക്കും എന്നല്ലാതെ ഫോൺ മാറ്റി വെക്കാറില്ല അല്ലേ? അങ്ങനെയാണ് പലരും അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ മാറ്റി ഇന്ന് മുതൽ ഇനി ബാങ്ക് കൊടുക്കുമ്പോൾ അങ്ങനെ ചെയ്യില്ല എന്ന നിയ്യത്തിൽ നിൽക്കുക. ദുആകൾ ഒന്നിക്ക് ദുആ ബുക്കാക്കി വെക്കുക. അല്ലെങ്കിൽ ഒരു പേപ്പറിൽ നല്ല നീറ്റായിട്ടുള്ള പേപ്പറിൽ നമ്മൾ ചുമരിലോ എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കുക. ഓതുന്ന ദുആകളും ദിക്റുകളും ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കത് കണ്ടു കഴിഞ്ഞാൽ ഓതാൻ തോന്നും അല്ല. അത് എവിടെയെങ്കിലും ഒട്ടിച്ചിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തൂക്കിയിടുക എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് വെക്കുക. അതുപോലെ അതിന് ശേഷം അടുത്തതായിട്ട് പറയുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കുക. തഹജ്ജുദ് നമസ്കാരം നിർബന്ധമായിട്ടും ചെയ്തു കൊണ്ടുവരിക. 30 ദിവസം നമ്മൾ തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ നിത്യമായി വരും. അതുപോലെ തന്നെ ളുഹാ നമസ്കാരം, അതുപോലെ തറാവി നമസ്കാരം ഒരിക്കലും കളയരുത്. തറാവിയൊക്കെ റമളാനിൽ മാത്രം നമുക്ക് കിട്ടുന്ന ഒരു സുന്നത്ത് നമസ്കാരം. റമളാനിൽ നമുക്ക് കഴിവുണ്ടെങ്കിൽ മാത്രം നമ്മൾ സ്വതക്ക ചെയ്യുക. കഴിവുള്ളവരാണെങ്കിൽ പാവപ്പെട്ടവർക്ക് അതിന് അർഹതപ്പെട്ടവർ അത് ചെയ്യും. അല്ലെങ്കിൽ അത് കൊടുത്താൽ നമുക്ക് ഉപകാരമാണ്, നമുക്ക് കൂലി ലഭിക്കും എന്നുള്ളവർക്ക് മാത്രം സ്വതക്ക ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റമളാൻ മാസത്തിന് മാത്രമല്ല ജീവിതകാലം മുഴുവനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ സ്ഥിരമായിട്ട് ദിവസവും ഓതേണ്ട സൂറത്തുകളുണ്ട്. ഒന്ന് സൂറത്തുൽ വാഖിയ, സൂറത്തുൽ യാസീൻ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ ദുആൻ, സൂറത്തുൽ യാസീൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സൂറത്ത് ഓതേണ്ടതുണ്ട്. അപ്പോൾ ദിവസം ഈ സൂറത്തുകളൊക്കെ ഖത്ത ഓതുന്നത് അവിടെ നിൽക്കട്ടെ, അത് ഓദിക്കുക. അതിൻ്റെ തുടർന്ന് ഈ സൂറത്തുകളൊക്കെ ഓതാൻ പതിവാക്കാൻ നിത്യമാക്കി കൊണ്ടുവരിക ജീവിതത്തിൽ. ഇൻഷാ അല്ലാഹ് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയുമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാത്തതുണ്ടെങ്കിൽ അതും അറിയാൻ പറ്റുമല്ലോ. ഓക്കെ, അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കമൻറ്റിൻ്റെ കാര്യം പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മൾ ഈ ജാസ്മിൻ ജാഫറിനെ പറ്റിയിട്ട് ഞാൻ പല വീഡിയോസിലും കാണലുണ്ട്. അതിനൊക്കെ താഴെ ഈ നെഗറ്റീവായിട്ട് ഇടുന്നവരുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ താഴെ പോയിട്ട് കമൻറ്റ് ഇടുന്നത് അധികവും മുസ്ലിംസാണ്. മുസ്ലിം സ്ത്രീകൾ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, മുസ്ലിംസ് എന്താന്ന് അവളെ ഒരു കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇപ്പോൾ കമൻറ്റ് ഇടുന്നതിനല്ല ഞാൻ പറയാം. എന്നാൽ കൂടി നമ്മൾ ഇത്രയും നല്ല അറിവ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളിങ്ങനെ അറിവ് പകർന്നതിന് മറ്റുള്ള ആളും കൂടി എത്തിക്കോട്ടെ. ഞാൻ അറിഞ്ഞാൽ എനിക്ക് അൽഹംദുലില്ലാ നല്ലൊരു കാര്യമാണ്. അപ്പം ഞാനും അറിയുന്ന അതിലുപരി നിങ്ങൾക്കും അത് കേൾക്കുന്ന നിങ്ങൾക്കും അതൊരു പ്രയോജനമോ
എന്തെങ്കിലും ഒന്നെങ്കിലും നിങ്ങളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടു പോകാൻ നിങ്ങൾ ശ്രമിക്കും. ഇത് പറഞ്ഞത് മൊത്തം നിങ്ങൾ കേട്ടിട്ടില്ല. പക്ഷേ അതിൽ പോലും നിങ്ങളൊരു കമൻ്റ് ഇടാനോ ഒരു ലൈക്ക് ചെയ്യാനോ ഒന്നിനും നിൽക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ ഇഷ്ടപ്പെടായിട്ടാണോ എന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടായിട്ടാണ് നിൻ്റെ വീഡിയോ എനിക്ക് നമ്മൾക്ക് ഇഷ്ടമാകുന്നില്ല, അങ്ങനെയാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അല്ല എന്നാൽ പിന്നെ എനിക്ക് വേറെ എന്തെങ്കിലുമല്ലോ നമുക്കിഷ്ടം മറ്റുള്ള ഈ ഓഡിയൻസ് കാണുന്നവർക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ വീഡിയോ ഇട്ടിട്ട് വെറുപ്പിച്ചിട്ട് കാര്യമില്ല. ഒരെന്തോ ഒരു വിഷമം, ഒരു കമൻറ്റ് കാണാണ്ടിരിക്കും. നമുക്കൊരു കമൻറ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ കാണാം. അസ്സലാമു അലൈക്കും.